ശ്രീനിധയും സൗന്ദര്യയും ഇരട്ടക്കുട്ടികളായിരുന്നു. അവർ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് കഴിഞ്ഞിരുന്നത്. ശ്രീനിധി പാവമായിരുന്നു, സൗന്ദര്യ ബുദ്ധിമതിയായിരുന്നു. അധികം പണമില്ലാത്ത ഒരു കുടുംബമായിരുന്നു അവരുടേത്. അവരുടെ അപ്പൻ രാഘവയ്യയുടെ വരുമാനം വളരെ കുറവായിരുന്നു. ശ്രീനിധിയോട് അപ്പന് അല്പം സ്നേഹം കൂടുതലുള്ളതുകൊണ്ട് അവൾക്ക് പുതിയ ഉടുപ്പുകളും അവൾ ചോദിക്കുന്നവയും അപ്പൻ വാങ്ങിക്കൊടുക്കുമായിരുന്നു. ശ്രീനിധി അവയൊക്കെ സഹോദരി സൗന്ദര്യയ്ക്കാണ് കൊടുത്തിരുന്നത്. ഇങ്ങനെ എന്ത് കിട്ടിയാലും അവർ ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവർ വലിയ പെൺകുട്ടികളായി. അവർക്ക് രണ്ടുപേർക്കും അവരുടെ മുറച്ചെറുക്കനായ ശ്രീഹരിയെ ഇഷ്ടമായിരുന്നു. ശ്രീഹരിക്ക് ശ്രീനിധിയെയാണ് ഇഷ്ടം. ഒരു ദിവസം ശ്രീനിധി സൗന്ദര്യയോട് ഇങ്ങനെ പറയുന്നു: സൗന്ദര്യ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് കേട്ടിട്ട് നീ വേണം അതിനെക്കുറിച്ച് അപ്പനോട് സംസാരിക്കാൻ. എന്താണ് ചേച്ചി, പറഞ്ഞോളൂ, ഞാൻ അപ്പനോട് സംസാരിക്കാം. അത് എനിക്ക് നമ്മുടെ അമ്മായിയുടെ മകൻ ശ്രീഹരിയെ ഇഷ്ടമാണ്. ശ്രീഹരിക്കും എന്നെ ഇഷ്ടമാണ്. ഇത് അപ്പനോട് പറയാൻ എനിക്കൊരു പേടി. നീ അപ്പനോട് ഇതൊന്ന് മയത്തിൽ അവതരിപ്പിക്കാമോ? ഇത് കേട്ടതും സൗന്ദര്യയുടെ ഹൃദയം തകരുന്നു. അവൾ തന്റെ വിഷമം പുറത്തു കാണിക്കാതെ ഇങ്ങനെ പറയുന്നു: ചേച്ചി വിഷമിക്കേണ്ട, ഞാനില്ലേ, ചേച്ചിയുടെയും ശ്രീഹരിയുടെയും കല്യാണം ഉറപ്പായും നടക്കും. ഞാൻ അപ്പനോട് സംസാരിക്കാൻ. അത് കേട്ടതും ശ്രീനിധി നാണിക്കുന്നു. ഓഹോ, കല്യാണക്കാര്യം പറഞ്ഞതേ മുഖത്ത് നാണം വന്നല്ലോ. സൗന്ദര്യ അങ്ങനെ പറഞ്ഞതും നാണിച്ച് ശ്രീനിധി അവിടെ നിന്നും പോകുന്നു. പക്ഷേ സൗന്ദര്യയ്ക്ക് വല്ലാത്ത വിഷമം വരുന്നു. എന്റെ പെങ്ങൾ എനിക്ക് വേണ്ടി കുറേ ത്യാഗങ്ങൾ അനുഭവിച്ചതാണ്. ഈ പെങ്ങൾക്ക് വേണ്ടി എന്റെ പ്രേമത്തെ മറക്കുന്നതിൽ തെറ്റില്ല. ഇങ്ങനെ ആലോചിച്ച് അവൾ കരയുന്നു. അവൾ കണ്ണുനീർ തുടച്ചിട്ട് അപ്പനെ കാണാൻ പോകുന്നു. എന്നിട്ട് അപ്പനോട് ശ്രീനിധിയുടെയും ശ്രീഹരിയുടെയും കാര്യങ്ങൾ പറയുന്നു. അത് കേട്ട് അപ്പൻ ഇങ്ങനെ പറയുന്നു: നിന്റെ അമ്മായി ഇപ്പോൾ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. അവൾ മുൻപത്തെ പോലെയല്ല. പണക്കാരിയായതിൻ്റെ അഹങ്കാരമാണ്. അതിനാൽ നമ്മുടെ ഈ ആവശ്യം അവൾ സമ്മതിക്കില്ല. അവരുടെ സംസാരം കേട്ട് ശ്രീഹരി അവിടേക്ക് വരുന്നു. അമ്മാവാ, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനുവേണ്ടി ആരുടെയെങ്കിലും അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. താങ്കൾക്കിത് ഇഷ്ടമല്ലെങ്കിൽ നമുക്കിത് വേണ്ടെന്ന് വയ്ക്കാം. അങ്ങനെയല്ല മോനെ, നിനക്ക് നിന്റെ അമ്മയെക്കുറിച്ച് അറിയാവുന്നതല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശ്രീനിധി അവിടേക്ക് വരുന്നു. ശ്രീനിധിയെ കണ്ട ശ്രീഹരി ഇങ്ങനെ പറയുന്നു: ശ്രീനിധി, വാ, നമുക്ക് പോകാം. ഇന്ന് തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകാം. മോനെ, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം. അതിന് ശ്രീഹരി ശരിയെന്ന് മറുപടി കൊടുക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് രാഘവയ്യ തന്റെ പെങ്ങളുടെ അടുത്തേക്ക് പോയി എല്ലാ കാര്യങ്ങളും പറയുന്നു. അതിനവർ ഒട്ടും സമ്മതിക്കുന്നില്ല. നല്ല ബുദ്ധിമാനാണല്ലോ നീ. അധ്വാനിച്ച് കാശുണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് കാശുള്ളവനെ ചാക്കിട്ടു പിടിക്കാൻ നോക്കുവാണോ? അവനെ നിന്റെ മകളെ കൊണ്ട് കെട്ടിച്ചിട്ട് നിങ്ങളും പണക്കാരാകുന്നത് സ്വപ്നം കണ്ട് നടക്കുകയാണല്ലേ? കുറച്ചെങ്കിലും നാണം വേണം. അധ്വാനിച്ച് ജീവിക്കാൻ അറിയത്തില്ലേലും കാശുകാരനാവാൻ വലിയ കൊതിയാണല്ലേ? ഇങ്ങനെ അദ്ദേഹത്തോട് മോശമായി സംസാരിച്ചു കൊണ്ടിരുന്നു. പാവം രാഘവയ്യ വിഷമത്തോടെ അവിടെ നിന്നും തിരിച്ചു വരുന്നു. ആ ദിവസം കടന്നുപോയി. അടുത്ത ദിവസം ശ്രീഹരി ശ്രീനിധിയെ കല്യാണം കഴിച്ച് അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവരെ രണ്ടുപേരെയും കണ്ട് അവന്റെ അമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് തുടുക്കുന്നു. എന്താടാ ഇത്? ഇന്നലെ ഇത്രയും സംസാരം നടന്നിട്ടും നാണമില്ലാത്തവനെ പോലെ ഇവളെയും കൊണ്ടുവന്നല്ലോ. ഇങ്ങനെ അവർ മകനോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നു. അമ്മ ഇനി ഇതേക്കുറിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നെ ഞങ്ങൾ തിരിച്ചു വരില്ല. അത് വേണോ? ഇങ്ങനെ ശ്രീഹരി ചോദിച്ചപ്പോൾ അമ്മ പേടിച്ചു പോകുന്നു. ആഹാ, നിന്റെ ഇഷ്ടം. നിങ്ങളാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. നിന്റെ ഇഷ്ടം പോലെ. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നു. ശ്രീനിധിയും ശ്രീഹരിയും സന്തോഷത്തോടെ ജീവിക്കുന്നു. ശ്രീഹരി ഇല്ലാത്ത നേരത്ത് അമ്മായി അവളെ വഴക്കു പറയുകയും അടിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അമ്മായി അവളോട് ഇങ്ങനെ പറയുന്നു: എന്താ മരുമോളെ, കണ്ടിട്ട് നീ വളരെ സന്തോഷവതിയാണല്ലോ. നിന്റെ സന്തോഷം ഞാൻ തീർക്കും. അറിയാമല്ലോ, നിന്നെ കൊന്നിട്ട് എന്റെ മകനെ ഞാനൊരു പണക്കാരിയെ കൊണ്ട് കെട്ടിക്കും. അവർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോകുന്നു. ഒരു ദിവസം അമ്മായിയമ്മ അടുക്കളയിൽ നിൽക്കുന്ന മരുമകളുടെ അടുത്തേക്ക് പോകുന്നു. നോക്ക് മരുമോളെ, നിന്റെ കൈ ഞാൻ പൊള്ളിച്ചു, നിന്നെ അടിച്ചു, നിന്നെ വഴക്കു പറഞ്ഞു. പക്ഷേ നീ എന്താ ഇതൊന്നും നിന്റെ ഭർത്താവിനോട് പറയാത്തത്? അമ്മായി, എനിക്ക് അമ്മയില്ല, അപ്പൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയോ അറിയാതെ ഹരിയെ ഇഷ്ടമായി. ഈ കുടുംബത്തിൽ വന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്.
എന്നെങ്കിലും താങ്കൾ മനസ്സുമാറി എന്നെ മകളായി കരുതും, അമ്മയെപ്പോലെ പെരുമാറും എന്നാണ് ഞാൻ കരുതിയത്. താങ്കളെക്കുറിച്ചുള്ള കാര്യം ഹരിയോട് പറഞ്ഞ് താങ്കളെ കൊച്ചാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വലിയ ബുദ്ധിമതിയെ പോലെയാണല്ലോ നിന്റെ സംസാരം. അധികം നാടകമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അങ്ങനെ ദേഷ്യത്തിൽ ചൂടുള്ള പാൽ അവളുടെ മുഖത്തേക്ക് എറിയുന്നു. ഇതുപോലെ ഒരു ദിവസം നിന്റെ മുഖത്ത് ആസിഡും വീഴും. ഇങ്ങനെ അവളോട് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. മരുമകൾ വളരെ വിഷമത്തിൽ അവിടെ നിൽക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മരുമോളെ, അവസാനമായി ഞാൻ നിനക്കൊരു അവസരം തരാം. നിന്നെ ഇവിടെന്ന് പറഞ്ഞു വിടാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നീ പോകാൻ തയ്യാറുമല്ല. എത്രമാത്രം ഉപദ്രവിച്ചാലും നീ ശ്രദ്ധിക്കാറില്ല. ഇതെല്ലാം വെറുതെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെക്കൊണ്ട് ഇനി വയ്യ. ഇനി നിന്നെ നിന്റെ കെട്ടിയവന്റെ മുന്നിൽ മോശക്കാരിയാക്കി കാണിക്കുകയേ നടക്കൂ. ഞാൻ പ്ലാൻ ചെയ്തപടി ചെയ്ത് നിങ്ങളെ പിരിച്ചിട്ട് അവനെ ഞാനൊരു പണക്കാരിയെ കൊണ്ട് കെട്ടിക്കും. ആ പണി ഇന്ന് ഞാൻ നിനക്ക് തരുന്നുണ്ട്. അമ്മായിയമ്മ ഇങ്ങനെ പറഞ്ഞതും അവൾ തലകറങ്ങി വീഴുന്നു. അപ്പോൾ ഹരി അങ്ങോട്ട് വരുന്നു. അയ്യോ, എന്റെ മരുമോൾക്ക് എന്തു പറ്റി? മകനെ നോക്കി അവർ പാവത്തിനെ പോലെ അഭിനയിക്കുന്നു. ശ്രീഹരി ഉടനെ അവന്റെ ഡോക്ടർ സുഹൃത്തിനെ വിളിക്കുന്നു. ഡോക്ടർ ഉടനെ തന്നെ വീട്ടിലേക്ക് വരുന്നു. ശ്രീനിധിയെ പരിശോധിക്കുന്നു. ശ്രീഹരി, അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ഭാര്യ 5 മാസം ഗർഭിണിയാണ്. ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവൾക്കൊരിക്കലും ഛർദിയൊന്നും ഉണ്ടായിട്ടില്ല. 5 മാസമായി അല്ലേ? ശരിയാ, കുറച്ച് വയർ തോന്നിക്കുന്നുണ്ട്. വണ്ണം വച്ചതാണെന്നാ ഞാൻ ഓർത്തത്. എല്ലാവർക്കും ഛർദി ഉണ്ടാവണമെന്നില്ല. അതുപോലെ ചിലർക്ക് 6 മാസം വരെ കാര്യമായ വയറുണ്ടാകാറില്ല. ഡോക്ടർ അങ്ങനെ പറയുന്നത് കേട്ട് ശ്രീഹരി വല്ലാതെ സന്തോഷിക്കുന്നു. ശ്രീഹരി, അവൾക്ക് നല്ല പോലെ ഭക്ഷണം കൊടുക്കണേ. അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്നും പോകുന്നു. പെട്ടെന്ന് പറഞ്ഞു വിടാമെന്ന് ഓർത്തപ്പോൾ ഇതെന്നെ പറ്റി? ഞാൻ പദ്ധതിയിട്ടത് വേറെ രീതിയിൽ പിന്നീട് ഒരിക്കൽ പരീക്ഷിക്കാം. ഇങ്ങനെ അമ്മായിയമ്മ മനസ്സിൽ ഓർക്കുന്നു. കൊച്ചുണ്ടാകാൻ പോകുന്ന കാര്യമോർത്ത് ശ്രീനിധിയും ശ്രീഹരിയും വല്ലാതെ സന്തോഷിക്കുന്നു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അവൾക്ക് 8-ാം മാസമായി. അമ്മായിയമ്മ മരുമോളുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നു. മരുമോളെ, നിനക്ക് ദിവസവും നല്ല പണികൾ തരുന്നുണ്ട്. നീ ഗർഭിണിയാണ്. എന്നിട്ടും നിനക്കൊരു കുഴപ്പവുമില്ല. മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ വീടിന് പുറത്തേക്ക് പോകുന്നു. തന്റെ പ്ലാൻ പ്രകാരം ഒരു കള്ളനെ വീട്ടിലേക്ക് വിടുന്നു. അമ്മായിയമ്മ പുറത്തുനിന്ന് വാതിൽ ലോക്ക് ചെയ്യുന്നു. അകത്തു വന്ന കള്ളൻ ഇങ്ങനെ പറയുന്നു. ഹഹഹഹ, ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. എനിക്ക് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. അവർ എനിക്കൊരു നല്ല ചാൻസാണ് തന്നത്. കള്ളൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രീനിധി കൈകൂപ്പി കരഞ്ഞുകൊണ്ട് അവനോട് അപേക്ഷിക്കുന്നു. സഹോദര, ഞാൻ കേണപേക്ഷിക്കുന്നു. എന്റെ അമ്മായിയുടെ സമ്മതമില്ലാതെ ഞാൻ ഈ വീട്ടിൽ വന്നത് താങ്കളുടെ സഹോദരിയായി കണ്ട് എന്നെ വെറുതെ വിടണം. ഇങ്ങനെ അവൾ കേണപേക്ഷിക്കുന്നു. അതിനൊന്നും പറയാതെ അയാൾ അവളെ നോക്കിക്കൊണ്ടിരുന്നു. ശ്രീഹരി അവിടേക്ക് വരുന്നു. അപ്പോൾ ഒന്നും അറിയാത്തവളെ പോലെ അമ്മ ഇങ്ങനെ പറയുന്നു. മോനെ, നിനക്കറിയാമോ മരുമോൾ എന്താ ചെയ്തതെന്ന്? അകത്താരും ഉണ്ട്. അയാളെ ഞാൻ കണ്ടു. ഞാൻ പുറത്തുനിന്ന് വാതിലടച്ചു. എന്നിട്ട് വാതിൽ തുറന്ന് ആ കാഴ്ച ഹരിയെ കാണിക്കുന്നു. അകത്ത് നിൽക്കുന്ന ആളെ കണ്ട് ഹരി ഞെട്ടിപ്പോകുന്നു. ശ്രീഹരിയെ കണ്ടതും ആ കള്ളൻ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇനി കേൾക്കൂ, ഇത് നേരത്തെയും ഉണ്ടായിരുന്നു. ഇന്നാണ് കയ്യോടെ പിടിച്ചത്. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിന്റെയല്ല, അത് അയാളുടേതാണ്. ഇങ്ങനത്തെ പെണ്ണിനെയാണ് നീ വീട്ടിൽ കൊണ്ടുവന്നത്. ആരെങ്കിലും ഈ കാര്യം അറിഞ്ഞാൽ നമ്മുടെ മാനം പോകും. ഇതൊക്കെ കേട്ട ഹരി ദേഷ്യപ്പെട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ദയവായി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇതെല്ലാം അമ്മായിയമ്മയുടെ നാടകമാണ്. ചീച്ചി, നീ എൻ്റെ അമ്മയെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നു. സത്യം പുറത്തു വന്നിട്ടും നിനക്കെന്താ സമ്മതിക്കാൻ ഇത്ര മടി? അങ്ങനെ പറഞ്ഞിട്ട് അവളെ അടിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ട് സത്യം പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ ഹരി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. എനിക്കറിയില്ലായിരുന്നു നീ ഇങ്ങനത്തെ പെണ്ണാണെന്ന്. നീ ഇവിടെ നിൽക്കാൻ യോഗ്യയല്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകും. ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവളെ വീട്ടിൽ നിന്നും ഇറക്കിവിടുന്നു. അവൾ ഒന്നും പറയാതെ പുറത്തു തന്നെ നിൽക്കുന്നു. ഇരുട്ടാകാറായി. മഴ പെയ്യാനും തുടങ്ങി. അവൾ മഴ നനഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നു. എന്നിട്ടും ആരും അവളോട് ഇത്തിരി പോലും ദയ കാണിക്കുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓർക്കുന്നു. ഇങ്ങനെ തെറ്റായ ആരോപണങ്ങൾ എന്റെ പേരിൽ വന്നിട്ട് ഞാൻ എന്തിനു ജീവിക്കണം? അങ്ങനെ ഓർത്ത്
അവൾ അവിടെയുള്ള ഒരു കിണറിനടുത്തേക്ക് പോകുന്നു. തുടർന്ന് എന്തുണ്ടായി എന്ന് രണ്ടാം ഭാഗത്തിൽ കാണാം.